കലാമണ്ഡലം സത്യഭാമ നമ്മൾ കേൾക്കുന്ന പേരാണ്. നൃത്ത അധ്യാപിക, നർത്തകി. അവർ കഴിഞ്ഞ ദിവസം കലാഭവൻ മണിയുടെ ഇളയ സഹോദരനും കലാകാരനുമായ RLV രാമകൃഷ്ണനെ പറ്റി പ്രയോഗിച്ച പദങ്ങളും വിശേഷണങ്ങൾ കടുത്ത ജാതിവെറിയും വംശീയ അധിക്ഷേപമാണെന്ന് കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായിരിക്കുകയാണ്. അവർ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞത് നമ്മൾ കേട്ടാൽ അറയ്ക്കും. അവർ പറയുന്നത് കണ്ടാൽ അറച്ചു. അതായത് കാക്കയെപ്പോലിരിക്കുന്നവൻ. അതായത് RLV രാമകൃഷ്ണനെ പറ്റി പറയുകയാണ്. കാക്കയെപ്പോലെ ഇരിക്കുന്നവൻ, കറുത്തവനായതുകൊണ്ട് കണ്ടാൽ പെറ്റതള്ള സഹിക്കാത്തവൻ. അപ്പം ഈ മോഹിനിയാട്ടം ഒരു കലാകാരന്, പുരുഷനായ ഒരു കലാകാരന് നിഷിദ്ധമാണോ ഈ നാട്ടിൽ? കഥകളി നടന്മാരിൽ സ്ത്രീവേഷം കെട്ടുന്നവരില്ലേ? കഥകളി നടന്മാരിൽ വേഷം കെട്ടുന്നത് എത്രയോ കാലം മുമ്പ് മുതൽ സ്ത്രീകളല്ലാതെ ആണുങ്ങളാണ് ചെയ്യുന്നത്. ഏത് കലാരൂപത്തിലും ആണും പെണ്ണും അതിന് യോഗ്യരാണ്. കഥകളിയിലെ ഒരു കാര്യം ഞങ്ങൾ ഉദാഹരണമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മോഹിനിയാട്ടം സ്ത്രീകൾ മാത്രമേ, സുന്ദരികളായ മോഹിനികൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇനി RLV രാമകൃഷ്ണൻ ആരാണ്? അദ്ദേഹം തൃപ്പൂണിത്തറ RLV കോളേജിൽ നിന്ന് മോഹിനിയാട്ടത്തിൽ ബിരുദം നേടിയാണ്. പഠിച്ചും പ്രാക്ടീസും ചെയ്ത്. പിന്നെ അദ്ദേഹം 1ാം റാങ്കോട് MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മോഹിനിയാട്ടത്തിൽ 1ാം റാങ്കോട് PG ബിരുദം പാസ്സായ ആളാണ്. ആലോചിക്കണം. 3 അദ്ദേഹത്തിൻ്റെ, അതായത് MPhil എടുത്തിരിക്കുന്നത് അദ്ദേഹം അതിനുശേഷം പെർഫോമിംഗ് ആർട്സ് കേരള കലാമണ്ഡലത്തിൽ നിന്നാണ്, ചെറുതുരുത്തിൽ നിന്നാണ്. അദ്ദേഹം PG കഴിഞ്ഞ് MPhil എടുത്തിരിക്കുന്ന പെർഫോമിംഗ് ആർട്സിലാണ്. അദ്ദേഹം PhD ചെയ്തിരിക്കുന്നത് മോഹിനിയാട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഡോക്ടർ RLV രാമകൃഷ്ണൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൂടെ അദ്ദേഹത്തിന് 15ഓളം വർഷത്തെ അധ്യാപന പരിചയമുണ്ട്, അധ്യാപകൻ. അപ്പൊ ഇങ്ങനെയുള്ള, അത് കാലടി സംസ്കൃത സർവകലാശാലയിലെ ഉൾപ്പെടെയുള്ള അധ്യാപക പരിചയം അദ്ദേഹത്തിനുണ്ട്. അധ്യാപകൻ എന്ന നിലയിൽ അധ്യാപന പരിചയമുണ്ട്. അങ്ങനെ ഒരാളെയാണ് കലാമണ്ഡലം സത്യഭാമ എന്ന നർത്തകി, നൃത്താധ്യാപിക, അവരിപ്പോൾ തിരുവനന്തപുരത്ത് നൃത്ത വിദ്യാലയം നടത്തുന്ന ഒരു സ്ത്രീയാണ്, നർത്തകിയാണ്, അവരാക്ഷേപിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ലിംഗപരിമിതി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇനി മോഹിനിയാട്ടം എങ്ങനെ ഉണ്ടായി, ഓരോ കലകളും എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്ന് നമ്മൾക്കറിയാമല്ലോ. കഥകളി എങ്ങനെയുണ്ടായി, മോഹിനിയാട്ടം എങ്ങനെയുണ്ടായി, ഭരതനാട്യം എങ്ങനെയുണ്ടായി. അപ്പം നാട്യശാസ്ത്രത്തിൽ, ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പറയുന്ന പല നൃത്തരൂപങ്ങൾ എങ്ങനെ ഇവിടൊക്കെ ഏതൊക്കെ ദേശങ്ങളിൽ, നാടുകളിൽ പ്രചാരത്തിലായി എന്നൊക്കെ നമ്മൾ അതിൻ്റെ ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. മോഹിനിയാട്ടം കേരളത്തിൽ ഏറ്റവും വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ട ഒരു കലാരൂപമാണ്, നൃത്തരൂപമാണ്. ഇതിന് മോഹിനി, ഇതിൻ്റെ മിഥോളജി പറയുമല്ലോ, ഐതിഹ്യം പറയുമ്പോൾ പിന്നെ ദേവാസുര പോര്, ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള പോട്ടിയുടെ ഒരു വലിയ പുരാണമുണ്ടല്ലോ. ആ പുരാണത്തിൽ ഈ അസുരന്മാരെ കുപ്പിയിൽ ഇറക്കാൻ വേണ്ടി, അസുരന്മാരെ മോഹിപ്പിച്ചിട്ട് പിന്നെ തോൽപ്പിക്കാൻ വേണ്ടി വിഷ്ണു മോഹിനിയുടെ രൂപത്തിൽ അവതരിച്ചു എന്നാണ്. അതായത് വിഷ്ണു മോഹിനിയുടെ, അതായത് പുരുഷ രൂപമുള്ള ഒരു ദേവൻ അല്ലെ ദേവസങ്കല്പം, വിഷ്ണു സ്ത്രീ രൂപത്തിൽ മോഹിനി രൂപത്തിൽ അവതരിച്ചിട്ട് അസുരന്മാരെ കുപ്പിയിലാക്കി എന്നാണ്, തോപ്പിച്ചെന്നാണ് പറയുന്നത് പുരാണം. അപ്പോ ഈ കലയുടെ ജന്മത്തിന്, അല്ലെ ഈ കല രൂപപ്പെടുന്നതിന് ആധികാരികമായിട്ടല്ലെങ്കിൽ പോലും പുരാണത്തിൽ പറയുന്ന കഥ തന്നെ ഒരു പുരുഷൻ സ്ത്രീവേഷം ചെയ്തതാണ്. വിഷ്ണു മോഹിനിയായിട്ട് വന്നിട്ടാണ് അസുരന്മാരെ പിന്നെ കബളിപ്പിക്കുന്നത്. അപ്പൊ പുരുഷന് സ്ത്രീയായി വേഷം കിട്ടാം ദേവസങ്കല്പത്തില്. ഇവിടെ തൃപ്പൂണിത്തുറയിൽ പഠിച്ചിറങ്ങിയ RLV രാമകൃഷ്ണൻ, കലാഭവൻ മണിയുടെ ഇളയ സഹോദരന് അത് സാധിക്കത്തില്ല. അവൻ കറുത്തവനാണ്, അവൻ കാക്കയെ പോലെ ഇരിക്കുന്നു.
എന്ന് പറയുന്ന ഇക്കാലത്ത് ഈ ആധുനിക കാലത്ത് ഇങ്ങനെ ജാതിപറി വംശീയ സ്പർദ്ധയും പറയുന്ന ഈ സ്ത്രീക്കെതിരെ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ? നിയമ നടപടികൾ എടുക്കേണ്ടതില്ലേ? എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ വഴിക്ക് കാര്യങ്ങൾ നീങ്ങണം. ഇനി എങ്ങനെയാണ് ഈ ഓരോന്നും രൂപപ്പെട്ടു വന്നത്? അതിന് പിന്നിൽ പലതും നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. കൂത്തമ്പലം, ഈ നൃത്ത രൂപങ്ങൾ ട്രെയിനിങ്ങും അതിൻ്റെ പരിശീലനവും അവതരിപ്പിക്കുന്നതും ഒക്കെ കൂത്തമ്പലമുണ്ടല്ലോ. ഇപ്പം കലാമണ്ഡലത്തിൽ കൂത്തമ്പലമുണ്ട്, തിരുവനന്തപുരത്ത് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ കൂത്തമ്പലമുണ്ട്. കൂത്തമ്പലം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നൃത്തം, ഡാൻസ്. അത് ശാസ്ത്രീയ ഡാൻസിനെ നമ്മൾ നൃത്തം എന്ന് പറയുന്നു. അതിന് ആ നൃത്തം ആടുന്ന ആ ഒരു വേദിക്കാണ് നമ്മൾ കൂത്തമ്പലം എന്ന് പറയുന്നത്. അപ്പൊ കൂത്ത് നടത്തുന്ന സ്ത്രീകളെ കൂത്ത് അച്ചികൾ എന്ന് വിളിച്ചു വന്നു. കൂത്തച്ചികൾ എന്ന് പറയാൻ കാരണം നായർ സമുദായത്തിലെ സ്ത്രീകളായിരുന്നു ഈ കൂത്ത് നടത്തിക്കൊണ്ടിരുന്നവർ. പൊതുവെ ആ ഒരു അക്കാലത്തെ സമ്പ്രദായത്തിൽ കേരളത്തിന്റെ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള കാര്യങ്ങൾ നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു 100 വർഷം പിന്നിലേക്ക് നമ്മൾ കേരളത്തിൽ, വെറും അധിക കാലമൊന്നും വേണ്ട, വെറും 100 കൊല്ലം പിന്നിലെ കേരളം നോക്കിയാൽ മതി. അപ്പൊ കൂത്ത് നടത്തുന്ന നായർ സ്ത്രീകളെയാണ് കൂത്തച്ചികൾ എന്ന് വിളിച്ചു വന്നത്. അവരാണ് മോഹിനിയാട്ടം ആടിക്കൊണ്ടിരുന്നത് പ്രധാനമായിട്ടും. അന്ന് ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്നു. ബ്രാഹ്മണ മേധാവിത്വം ഇങ്ങനെ അടക്കി വാണിരുന്ന ഒരു കാലം. ബ്രാഹ്മണൻ പറയുന്ന, നമ്പൂതിരി പറയുന്നതെല്ലാം വേദവാക്യമായിരുന്ന ഒരു കാലം. കൂത്ത് അച്ചികളെ ദേവദാസി സമ്പ്രദായത്തിലേക്ക് മാറ്റപ്പെട്ടിട്ട് അവരെ ഈ ആഭിചാരത്തിനപ്പുറം വ്യഭിചാരത്തിനും ഉപയോഗിച്ചു. ആഭിചാരത്തിനപ്പുറം വ്യഭിചാര പണി കൂടിയായി കൂത്തച്ചികളുടെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ വ്യഭിചാരം അതിലേക്ക് കടന്നു വന്നപ്പോൾ ലൈംഗിക ഉപാധികളാക്കി ഈ സ്ത്രീകളെ ക്ഷേത്രങ്ങളോട് ബന്ധപ്പെടുത്തി ഇങ്ങനെ ഒരു സിസ്റ്റം വന്നപ്പോൾ, ഒരു സംവിധാനം വന്നപ്പോൾ അതിനൊരു നെഗറ്റീവ് മീനിങ് ഉണ്ടായി. അങ്ങനെ കൂത്തച്ചികൾ പറഞ്ഞ് കൂത്തിച്ചികളായി. അപ്പൊ കൂത്തിച്ചി എന്ന പ്രയോഗം ഒരു അസഭ്യ പദമായിട്ട് സമൂഹത്തിൽ വന്നതിന് പിന്നിൽ ഇങ്ങനെ ഒരു വലിയ ചരിത്രമുണ്ട്. കൂത്തിച്ചി എന്ന് നമ്മളൊരാളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈ അധമ സഞ്ചാരം നടത്തുന്ന സ്ത്രീ, വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീയെ, അവളെ കണ്ടാൽ നമ്മൾ മാനിക്കാൻ പാടില്ല എന്ന രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുപോയത് ഇവിടുത്തെ ജാതി വർണ്ണവെറി സംവിധാനമാണ്. അങ്ങനെയാണ് കൂത്തിച്ചികൾ ഉണ്ടാകുന്നത്. ഇനി നമ്മൾ ചരിത്രം, അടുത്ത കാലത്തെ ചരിത്രം, നമ്മുടെ ജനാധിപത്യ സർക്കാരുകൾ 1950 സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരുവിതാംകൂറിലെ രാജാവ് ഈ പറയുന്ന സമ്പ്രദായത്തെ നിരോധിച്ചിരുന്നു. അതുകൊണ്ട് മനസ്സിലാക്കണം, മോഹിനിയാട്ടത്തെ നിരോധിച്ചിരുന്നു. ഈ ചരിത്രം ഇന്ന് എത്ര പേര് ഓർക്കുന്നുണ്ട്? അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യ കീഴടക്കി കഴിഞ്ഞിട്ട് അവർ ഇത്തരം അനാചാരങ്ങളെ പലയിടത്തും അവര് നിരോധിച്ചിരുന്നു. ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട നൃത്തരൂപങ്ങളെ, അതായത് അനാശാസ്യവുമായി ബന്ധപ്പെട്ട നൃത്തരൂപങ്ങളെ. അങ്ങനെ ബ്രിട്ടീഷ് സർക്കാർ, സാമ്രാജ്യ സർക്കാർ തിരുവിതാംകൂർ രാജാവിനോട് ആവശ്യപ്പെട്ടിട്ട് ഈ പറയുന്ന തിരുവിതാംകൂറില് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 47 തൊട്ടുമുമ്പുള്ള കാലഘട്ടത്തില് ഈ മോഹിനിയാട്ടം ആടുന്നത് നിരോധിച്ചിരുന്നു. അതിനുശേഷം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമാണ് ഈ ഒരു കലാരൂപത്തെ വീണ്ടെടുത്തിട്ട് അതിനെ ഒരു നല്ല രീതിയിൽ വീണ്ടും കൊണ്ടുവരികയും വള്ളത്തോൾ നാരായണ മേനോൻ ചെറുതുരുത്തിയിൽ കലാമണ്ഡലം സ്ഥാപിക്കുകയും കഥകളിയും മോഹിനിയാട്ടവും ഇത്തരം കേരളത്തിന്റെ തനത് കലകളെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു വലിയ സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തത് അങ്ങനെയാണ്. ഇതിന്റെ ഒരു ഹ്രസ്വ ചരിത്രമാണ്. ഇതിന്റെ നീണ്ട ചരിത്രം പറയാൻ പോയാൽ ഒത്തിരിയുണ്ട്, ധാരാളമുണ്ട്. നമുക്ക് അതിനുള്ള സമയപരിമിതി കൊണ്ട് പറ്റത്തില്ല. അപ്പൊ ഇതാണ് ഈ പറയുന്നതിന്റെ അടിസ്ഥാനം. പിന്നെ കലാമണ്ഡലം സത്യഭാമ പറയുന്നത്, കാലകത്തി കളിക്കാവുന്ന കളികൾ ആണുങ്ങൾക്ക് പറ്റില്ല. കാലകത്തി കളിക്കേണ്ട കളികൾ ആണുങ്ങൾക്ക് പറ്റില്ല, അത് പെണ്ണുങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ് കലാമണ്ഡലം സത്യഭാമ പറയുന്നത്. നമുക്കറിയാം, തിരുവാതിരയായാലും കഥകളിയായാലും മോഹിനിയാട്ടമായാലും ഭരതനാട്യമായാലും കാലകത്തി കളിക്കണം. അപ്പൊ ആണുങ്ങൾ കാലകത്തി കളിച്ചാൽ അത് ശരിയാവത്തില്ലെന്നാണ് സത്യഭാമയുടെ തിയറി. എന്തോ ഇനി
അത് സ്ത്രീകൾക്കേ പറ്റും. അതുകൊണ്ട് പിന്നെ കളിക്കുന്നവർ സുന്ദരികളായിരിക്കണം, മോഹിനികളായിരിക്കണം. ഇത് വിവാദമായപ്പോൾ കാണാൻ ചെന്ന മാധ്യമ പ്രവർത്തകരോട്, മറ്റേ ഈ ഗൺമൈക്കും കൊണ്ട് ചെന്ന മാധ്യമ പ്രവർത്തകരോട് അവർ പ്രതികരിച്ച രീതി കണ്ടിരുന്നു. ആ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇപ്പോഴും സുന്ദരിയല്ലേ, 66 വയസ്സിൽ ഞാൻ സുന്ദരിയല്ലേ എന്ന് പറഞ്ഞാൽ ഞാനൊരു മോഹിനിയാണ്. അപ്പോൾ മോഹിനികൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ. കറുത്തവനും പിടച്ചവനും കളിക്കാൻ പാടില്ല, അല്ലെ കറുത്തവളും പിഴച്ചവളും കളിക്കാൻ പാടില്ല എന്നാണോ? എന്തേ കറുപ്പിനോട് ഇത്ര വിരോധം? കൃഷ്ണന്റെ നിറം എന്തായിരുന്നു? കൃഷ്ണൻ യാദവനായിരുന്നു. ഉന്നത കുലജാതനെന്നും കുലസ്ത്രീ മഹിമയൊന്നും അവകാശപ്പെടാൻ കൃഷ്ണന് പാരമ്പര്യമില്ല. കൃഷ്ണൻ യാദവനായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നാക്ക സമുദായം. അതാണല്ലോ എൻ്റെ പുരാണത്തിൽ പറയുന്ന കഥ വെച്ചിട്ട് നോക്കുമ്പോഴേ. കൃഷ്ണന്റെ നിറം എന്തായിരുന്നു? കറുപ്പായിരുന്നു. ശ്യാമവർണ്ണൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശ്യാമവർണ്ണം എന്താണ്? കറുപ്പിന് ഏഴഴകെന്ന് പറയാറുണ്ട്. കറുപ്പിൽ തന്നെ പല 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 അതിന് ലെയറുകളുണ്ട്. കൃഷ്ണശില, ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്ന ശില്പി ഉണ്ടാക്കുന്ന ശിലയിൽ ഉണ്ടാക്കുന്ന ശില്പം, അതിന് തിരഞ്ഞെടുക്കുന്ന ശില, കരിങ്കല്ല്, കൃഷ്ണശിലയാണ് ഏറ്റവും ഉത്തമം. കൃഷ്ണശിലയുടെ നിറം വേറെ പ്രത്യേകമാണ്. അതിൽ അടിച്ചാൽ അതിന്റെ ശബ്ദം വേറെയാണ്. അപ്പൊ കൃഷ്ണശിലയാണ് വിഗ്രഹത്തിന്റെ നിർമ്മാണത്തിന് ശില്പി ഉപയോഗിക്കുന്നത്. കറുപ്പിന് ഏഴഴകെന്ന് പറയുന്നത് അത്തരം കൃഷ്ണശിലയുടെ നിറമാണ്. ഈ കൃഷ്ണശിലയുടെ ഇതേ നിറമുള്ള സുന്ദരികളും സുന്ദരന്മാരും ഈ നാട്ടിലുണ്ട്. കറുപ്പിന്റെ ഏഴഴകെന്ന് പറയുന്ന സുന്ദരികളും സുന്ദരന്മാരും. അപ്പൊ ഈ കലാമണ്ഡലം സത്യഭാമയ്ക്ക് എവിടുന്നാണ് ഇത് കിട്ടിയത്? കറുപ്പ് പിന്നെ സൗന്ദര്യമുള്ള നിറമല്ല എന്നുള്ള ഈ ഒരു വിചാരം എവിടുന്നാ വന്നത് സത്യഭാമയ്ക്ക്? ഈ കാലത്ത് ഇത്തരം ജാതിപറി സംസാരിക്കുന്നത് ശരിയാണോ? അപ്പൊ എന്തായാലും ഇപ്പൊ എണ്ണക്കറുപ്പ്, എണ്ണമയിലി, സ്ത്രീകളെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പല പദങ്ങളുണ്ട്. അവിടെയെല്ലാം കറുപ്പിന്റെ മാഹാത്മ്യം, കറുപ്പ് എന്ന നിറത്തിന്റെ ആകർഷണീയത, അതിന്റെ പ്രത്യേകത, ഇതെല്ലാം ഊന്നി പറയുന്ന കാര്യങ്ങളാണിത്. അതുകൊണ്ട് മിനിമം മര്യാദയ്ക്ക് കലാമണ്ഡലം സത്യഭാമ മാപ്പ് പറയണം. RLV രാമകൃഷ്ണനോട് മാപ്പ് പറയണം. തൻ്റെ പ്രയോഗത്തിൽ തെറ്റും പറ്റിപ്പോയി, ക്ഷമിക്കണം. അതുകൂടാതെ നിയമപരമായിട്ടുള്ള നടപടികൾ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ എടുക്കുകയും വേണം. ഇതാണ് ഞങ്ങളുടെ നിലപാട്.